നമുക്ക് നിലമ്പൂരിലെ കണക്കൊന്ന് വളരെ വേഗം പരിശോധിച്ചാൽ 2006 നിലമ്പൂർ നിയമസഭയിൽ അന്ന് PV അൻവർ മത്സരിക്കുന്നില്ല. ആര്യാടൻ മുഹമ്മദ് 1987 മുതൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ ആര്യാടൻ മുഹമ്മദ് തന്നെ മത്സരിക്കുന്നു. UDFന് 87,522 വോട്ട്, അന്ന് 18,070 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ മുഹമ്മദ് വിജയിക്കുന്നത്. 2011 അതായത് ആര്യാടൻ മുഹമ്മദ് അവസാനമായി മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ UDFന് അന്ന് ആര്യാടൻ മുഹമ്മദിന് നേടാൻ സാധിച്ചത് 66,331 വോട്ടുകളാണ്. ഓർമ്മിക്കണം, അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വരുന്ന VS അച്യുതാനന്ദൻ സർക്കാർ കഴിഞ്ഞിട്ടുള്ള 2011 കേരളം ഒന്നാകെ ഒരു വലിയ വേവ് പ്രതീക്ഷിച്ചെങ്കിലും വേവ് ഇല്ലാതെ പോയി. 5,598 വോട്ടുകൾക്കാണ് ആര്യാടൻ മുഹമ്മദ് കടന്നുകൂടുന്നത്. അന്ന് PV അൻവർ മത്സരിക്കുന്നില്ല. എന്നാൽ അതിനുശേഷം 2016 PV അൻവർ ഇടത് സ്വതന്ത്രനായി നേരിട്ട് നിലമ്പൂരിൽ മത്സരിക്കാനിറങ്ങുമ്പോൾ ആര്യാടൻ ഷൗക്കത്തായിരുന്നു സ്ഥാനാർത്ഥി. ആര്യാടൻ ഷൗക്കത്തിനെ 11,504 വോട്ടുകൾക്കാണ് PV അൻവർ പരാജയപ്പെടുത്തി നിയമസഭയിലേക്ക് വരുന്നത്. കന്നി MLA ആയി. 2021 ആകുമ്പോഴേക്കും പക്ഷേ ഭൂരിപക്ഷം നേരെ കുറയുന്നതായിട്ട് കാണാം. അന്ന് VV പ്രകാശിനോട് 2,700 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് PV അൻവർ വിജയിച്ചു കയറുന്നത്. എന്നുവെച്ചാൽ മത്സരം കടുത്തതായിരുന്നു എന്നർത്ഥം. അതായത് 2016 നേടിയ 11,504 വോട്ടിൻ്റെ ഭൂരിപക്ഷം 2021 ആകുമ്പോഴേക്കും 2,700 ആയിട്ട് മാറുന്നു. 11,500 നിന്ന് 2,700 കുറവുണ്ടാവുന്നു എന്നർത്ഥം. ഇത് PV അൻവറിന് മാത്രമായൊരു വോട്ട് ബേസ് ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതറിയണമെങ്കിൽ നമുക്കൊരു കാര്യം കൂടി പരിശോധിക്കണം. 2006 LDF നോക്കൂ, PV അൻവർ അവിടെ മത്സരിക്കാൻ എത്തുന്നില്ല. PV അൻവർ മത്സരിക്കാതിരിക്കുന്ന 2006 LDFന് 69,482 ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ശ്രീരാമകൃഷ്ണനോ മറ്റോ ആണ് സ്ഥാനാർത്ഥി. 2011 ആകുമ്പോഴേക്കും 60,733 എന്നുള്ള വോട്ട് ബേസ് അൻവർ മാസ്റ്ററിനാണ് കിട്ടുന്നത്. അത് 60,000 വോട്ട് അവിടെ CPMന് ഇടതു മുന്നണിക്ക് ഉണ്ട് എന്നർത്ഥം. 2016 ആകുമ്പോൾ LDFന്റെ 77,858 ആയിട്ട് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ നോക്കൂ, 2021 ആകുമ്പോൾ അത് 81,227 ആയിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ PV അൻവറിന് സ്വന്തമായിട്ടൊരു വോട്ട് ബേസ് ഉണ്ടോ നിലമ്പൂരിൽ എന്നുള്ളതാണ് ചോദ്യം. ഒരു 10 മുതൽ 15,000 വരെ വോട്ട് PV അൻവറിനുണ്ട് എന്നുള്ളതാണ് ഒരു പ്രാദേശികമായിട്ടുള്ള കണക്കുകൂട്ടൽ. പക്ഷേ അത് ഇടതുമുന്നണിയിൽ നിന്ന് വിട്ടുപോയാൽ ഇടതുമുന്നണിയുടെ ആഭിമുഖ്യമുള്ളവരായിരിക്കില്ലേ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് വരും ദിവസങ്ങളിൽ അടുത്ത ഉപതെരഞ്ഞെടുപ്പിലാണ് കൃത്യമായ കണക്കുകൾ നമുക്ക് പറയാൻ കഴിയൂ എന്നർത്ഥം. എന്തായാലും PV അൻവർ നിലമ്പൂരിൽ ഒരു നിർണായക ഘടകമാകും എന്നതുറപ്പാണ്. വിജയിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും സ്പോയിലറെങ്കിലുമാകും എന്ന് ചുരുക്കം.